വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ മുടിയിലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ശരീര മാറ്റങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളം ആണെന്ന് നോക്കുക. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ബ്ലീഡിങ് ഉണ്ടായതെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടത്താവുന്നതാണ്. ലൈവിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കയറി നോക്കിയതിന് ശേഷം അതിൽ പോസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈവിൻ്റെ ടൈം ഞാൻ നമ്മുടെ ചാനലിൽ ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും തന്നെ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വോയിസ് ചാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് അയക്കണം, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ഗ്രൂപ്പാണ്. നിങ്ങൾ അതിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് 89 രൂപയോടോ 159 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. യാതൊരു തരത്തിലുള്ള നമ്പേഴ്സോ ഫോൺ കോൺടാക്ട്സോ ഒന്നും നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും സെക്യൂർ ആയിട്ടുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ജോയിൻ ആകാവുന്നതാണ്. ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ പേയ്മെന്റ് നടത്തുക. ശേഷം 89ഉം 159 രൂപയ്ക്കുമാണ് കേട്ടോ മെമ്പർഷിപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ ഒന്നും കൂടി ചാനലിൽ കയറി നോക്കുക. അതിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ താഴേക്ക് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് കണ്ണിലുണ്ടാകുന്ന പഫി ഐസ് ആണ്. നമ്മുടെ കണ്ണിന്റെ താഴെയായിട്ട് നമ്മൾ ഉറങ്ങാതാവുമ്പോഴേക്കും കണ്ണിന് ആ ഒരു തടം വീർത്തിരിക്കുന്നത് പോലെ ഉണ്ടാവില്ലേ, അതുപോലെ കണ്ണിന് മുകളിലുള്ള കൺപീലിയുടെ ഭാഗവും ഒന്ന് വീർത്തിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. സാധാരണ ഉറക്കക്കുറവ് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പോഴാണ്, ചിലർക്കൊക്കെ ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഈ ഒരു ലക്ഷണം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പഫി ആയിട്ട് നമുക്ക് ഐസ് ഫോം ചെയ്ത് വരിക. ഹോർമോണൽ ഇൻക്രീസ് കൊണ്ടാണ് പലർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കേട്ടോ. പ്രഗ്നന്റ് ആകുമ്പോൾ പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് ഉണ്ടാകും. ഇതുമായിട്ടൊക്കെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ബോഡി പൊരുത്തപ്പെടാനായിട്ട് കുറെ ടൈം എടുക്കും. ഈ ടൈം എടുക്കുമ്പോഴേക്കും ഒരുപാട് റിയാക്ഷൻസ് ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഡാർക്ക് സർക്കിൾസ് ആണ്. കണ്ണിന് താഴെയായിട്ടുള്ള പോർഷനിലും മൂക്കിന് സൈഡിലായിട്ടുള്ള ഭാഗത്തും ചുണ്ടിന് താഴെയായിട്ടുള്ള ഭാഗങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് നിറവ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇവിടെ ഡാർക്ക് സർക്കിൾസ് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫോം ചെയ്യാറുണ്ട്. മെലാസ്മ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് പലർക്കും ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് കണ്ണിന് താഴെയൊക്കെ കറുത്ത പാട് ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാത്തവർക്ക്, ഒരുപാട് ടെൻഷൻ ഉള്ളവർക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ മറ്റൊരു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച്. പെട്ടെന്നൊരു ഹോർമോൺ ഹൈക്ക് ഉണ്ടാവുമ്പോഴും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് പലർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കണ്ണിന് താഴെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമലായി കഴിയുമ്പോഴേക്കും മാറും കേട്ടോ. ഇങ്ങനെയുള്ള പാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്ത് സിറ്റുവേഷൻ വേഴ്സ് ആക്കാതിരിക്കുക. കുറച്ച് നേരം ഒന്ന് കണ്ണൊക്കെ അടച്ചു വെച്ച് ക്യൂക്കുംബറൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആകാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്നതാണ് നമ്മുടെ മുടിയാണ്. പ്രഗ്നൻസി തലമുടിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ തലമുടിയിൽ ആ ചേഞ്ചസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ മുടി ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്തും നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പ്രിനേറ്റൽ വിറ്റമിൻസ് ഒക്കെ എടുക്കാറുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ വിറ്റമിൻ മെഡിസിൻസ് എടുക്കുന്നതും അതുപോലെ തന്നെ പ്രഗ്നൻസി ആയി കഴിയുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺ ഇൻക്രീസ് ഉണ്ടാവാറുണ്ട്. പ്രഗ്നന്റ് ആകുമ്പോഴേക്കും
സ്ത്രീ ശരീരത്തിൽ കൂടുന്ന ആൻഡ്രോജൻ ഹോർമോണും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ് നിങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ഹെയർ ഫോൾ ഉണ്ടാവുന്നവർക്കും അല്ലെങ്കിൽ മുടിക്ക് നീട്ടം കുറവോ ഉള്ളു കുറവോ അനുഭവപ്പെടുന്നവർക്കൊക്കെ പ്രഗ്നൻസിയുടെ ആ ഒരു തുടക്കം മുതൽ തന്നെ ആ ഹെയർ ഫോൾ ഒന്ന് നിൽക്കാനായിട്ട് തുടങ്ങും. കാരണം ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസും ഡെവലപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഹെയർ ഫോൾ ഒന്ന് കുറയും. അതുപോലെ തന്നെ മുടി തിക്കണാവാനായിട്ട് തുടങ്ങും, മുടിക്ക് കട്ടി ഉണ്ടാകും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ എങ്ങനെയാണോ ഗ്രോ ആകുന്നത് അതുപോലുള്ളൊരു വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ആവുന്നുണ്ടെങ്കിലും പ്രഗ്നൻസി കഴിഞ്ഞ് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നോർമലി നമ്മൾ മുടി നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടില്ല എങ്കിൽ നോർമലി നമ്മുടെ ഹെയർ ഫോൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരും. കാരണം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺസ് എല്ലാം പ്രഗ്നൻസി കഴിയുമ്പോൾ തന്നെ നോർമൽ ആ ഒരു ബാക്ക് ടു നോർമലിലോട്ട് മാറും. അതുകൊണ്ട് ആ വ്യത്യാസവും നിങ്ങൾക്ക് അനുഭവപ്പെടാം കേട്ടോ. അതാണ് മുടിയിൽ സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്താ പറയുക, വകച്ചിലിടുക എന്ന് പറയില്ലേ, നമ്മളൊരു ലൈൻ ഇട്ടിട്ടായിരിക്കും മുടി പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ മുടി കെട്ടുന്നത് നോർമലി. അല്ലാതെ പോണിറ്റൈലായിട്ട് കെട്ടുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് മുടി കെട്ടുമ്പോഴേക്കും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആൻഡ്രോജനറ്റിക് അലോപാഷ്യ എന്ന് പറയുന്ന ബുദ്ധിമുട്ട്. ഇവിടെ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് നമ്മുടെ ലൈൻസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഹെയർ ലോസ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഹെയർ ഗ്രോത്ത് നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവുമെങ്കിലും നമ്മുടെ ആ ലൈനിന് ചുറ്റുമായിട്ട് നമുക്ക് ആ മുടി കൊഴിയുന്നത് ഫീൽ ചെയ്യുക. ചിലപ്പോൾ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ആ ലൈൻസിനിടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് നല്ലതുപോലെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. എന്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇത്. കാരണം വകച്ചിലിടുമ്പോഴേക്കും നമ്മുടെ തലയോട്ടി കാണാമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പ്രഗ്നൻസി കുറച്ചങ്ങോട്ട് മുമ്പോട്ടേക്ക് പോയപ്പോഴേക്കും ഭയങ്കര തിക്കായിട്ട്, എന്റെ മുടി ഓൾറെഡി നല്ലപോലെ ലെങ്ത് ഉള്ള മുടിയായിരുന്നു. പക്ഷെ പ്രഗ്നൻസി ആയപ്പോഴേക്കും അത് കുറേയും കൂടി ഒന്ന് ലെങ്ത് വെക്കാനായിട്ട് തുടങ്ങി. നല്ല ഹെൽത്തി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആ സൈഡ് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രഗ്നൻസി ആകുമ്പോഴേക്കും നമ്മുടെ മുഖത്തും നമ്മുടെ ഹെയറിലുമാക്കി ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ശരീരമാറ്റങ്ങൾ. ഈ ലക്ഷണങ്ങളില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിലുള്ള പല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സോക്കോൾഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇപ്പോൾ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഈ കാര്യം പിന്നെയും പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.